വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമ്മൾ CSEB എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട് അല്ലേ? അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ആ ഒരു ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നിന്ന് പ്രീവിയസ് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓൾ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ റെക്കോർഡഡ്. അതായത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം എവിടെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ റെക്കോർഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഡേ ബുക്ക്, ഓപ്ഷൻ ഡി ബാങ്ക് അക്കൗണ്ട്. ഇതിൽ എവിടെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്? അപ്പം ഇതിന്റെ കമന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കമന്റ് ആയിട്ട് നിങ്ങൾ ഇടുക. അപ്പൊ കമന്റ് ഇടുമ്പോൾ 1 എന്ന് ഇട്ടതിന് ശേഷം നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ ആയിട്ട് വരുന്നത് ഡേ ബുക്ക് ആണ്. ഡേ ബുക്കിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാഷ് ട്രാൻസാക്ഷൻസും അതുപോലെ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് R&D സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു, അതായത് റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ ഫണ്ട്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എവിടേക്കാണ് R&D സ്റ്റേറ്റ്മെന്റിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പം ഇതൊക്കെ ഒരു ബേസ് ലെവൽ ചോദ്യങ്ങളാണ് അല്ലേ? നമുക്ക് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് എങ്കിലും അതിന്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ബേസ് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അതായത് നമ്മുടെ ബേസ് ലെവൽ സ്ട്രോങ് ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേളിലേക്ക് എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ പോലും ആൻസർ ചെയ്യാനായിട്ട് വരും. നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റൂള് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ വന്നാലും, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നോ ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യുവാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഒരു ബേസ് ലെവൽ മുതൽ നമ്മൾ അക്കൗണ്ടൻസി ആയിക്കോട്ടെ കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ബേസ് ലെവൽ മുതൽ മനസ്സിലാക്കി പഠിച്ചുവെങ്കിൽ മാത്രമാണ് ഇനി വരുന്ന എക്സാമുകൾക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. കാരണം CSEB എക്സാമിന്റെ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അഡ്വാൻസ്ഡ് ചോദ്യങ്ങളുമുണ്ട്, എന്നാൽ കുറച്ച് ബേസ് ലെവൽ ചോദ്യങ്ങളുമുണ്ട്. ആ ഒരു അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ പോലും എന്താണ്, നമ്മളൊരു ബേസ് ലെവലിൽ നിന്നൊരു കീവേഡ്, അതായത് ബേസ് ലെവൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമ്മൾ ഇനിയുള്ള നമ്മുടെ പഠനത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തറ ലെവൽ മുതൽ, അതായത് ബേസ് ലെവൽ മുതൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവേണ്ടതാണ്. അപ്പം അതിന് പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മുടെ CSEB ബിഗിനേഴ്സ് ബാച്ച്. നമുക്ക് ഏറ്റവും ബേസ് ലെവൽ അക്കൗണ്ടൻസി ആയിക്കോട്ടെ ബാങ്കിങ് ആയിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ എല്ലാം നമുക്ക് എന്താണ് ബേസ് ലെവൽ മുതൽ പഠിച്ചു പോകുവാനായിട്ട് പറ്റും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഡിഗ്രി പാസ് ഔട്ട് ആയ ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ JDC HDC കഴിഞ്ഞവരായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രേക്ക് വന്നിട്ട് ഇപ്പൊ കുറെ വർഷങ്ങളുടെ ബ്രേക്ക് വന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി എങ്ങനെ പഠിക്കണം, ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ടച്ചും ഇല്ലാതെ വിട്ടു നിൽക്കുന്ന ആളുകൾ, അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം പറ്റുന്ന ഒരു ബാച്ചാണ് നമ്മുടെ CSEB ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബാച്ചിൽ പോകുന്നത് വെച്ചാൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് CSEB എക്സാം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് നമ്മുടെ ഒരു ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ബിഗിനേഴ്സ് ബാച്ചിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മന്ത് ആണ്. നമുക്ക് അടുത്ത CSEB എക്സാം വരെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു ബാച്ച് ഉണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഏരിയ മനസ്സിലാക്കി അതിന്റെ റിവിഷൻ ഒക്കെ നടത്തി ഒരു പെർഫെക്റ്റ് ആയിട്ട് ഏതൊരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പം മീഡിയം ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ CSEB എക്സാമിന്റെ പാറ്റേൺ മാറ്റി കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ള എക്സാം ആയിക്കോട്ടെ, ആ എക്സാം പോലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ഒരു ബേസ് ലെവൽ പോലും ഇല്ലാത്ത ആളുകളെ മാറ്റിയെടുക്കുവാനായിട്ട് വാർത്തെടുക്കുവാനായിട്ടുള്ള ബാച്ചാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം വരിക, നമ്മുടെ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കുക, അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്റർ ചെയ്ത് അഡ്മിഷൻ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ CSEBയുടെ ഒരു ബിഗിനേഴ്സ് ബാച്ചിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ബാച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ PSCയിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. കോർപ്പറേഷൻ അല്ലെങ്കിൽ JDC HDC ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു എക്സാമിന് കൂടിയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഒരു മുന്നൊരുക്കമാണ് നമ്മുടെ ഒരു ബാച്ച് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ആ എക്സാമുകൾക്ക് വേണ്ടതും ആ കാര്യങ്ങൾ കൂടി എന്തുണ്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും. അപ്പം നമുക്കറിയാം JCI ഗാർഡിയൻ വില്ലേജ് ബോർഡിന്റെ എക്സാം വരാനുണ്ട്, KCRDB അസിസ്റ്റന്റിന്റെ എക്സാം വരാനുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമുകൾക്കെല്ലാം
യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു എക്സാമുകൾക്കെല്ലാം തയ്യാറെടുക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ബാച്ചാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, ദാ ഇവിടെ ഉണ്ട് നമ്പർ. ഈ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകണം അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തേക്കാം, ആ ആൻസർ നമ്പർ ഇട്ട് കമന്റ് ആയിട്ട് ഇട്ടുകൊള്ളുക. അപ്പൊ അടുത്ത ആൻസർ നമുക്ക് നോക്കാം. ഏതാണ്? അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്കാണ് റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അതായത് ആദ്യമേ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. എവിടെയാണ്? ഓപ്ഷൻ എ സബ്സിഡറി ബുക്ക് ഉണ്ട്, ഓപ്ഷൻ ബി ഡേ ബുക്ക് ഉണ്ട്, ഓപ്ഷൻ സി ജനറൽ ലെഡ്ജർ ഉണ്ട്, ഓപ്ഷൻ ഡി സ്പെഷ്യൽ ലെഡ്ജർ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് CACB എക്സാമിന് ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഡേ ബുക്ക് ആണ് അല്ലെ. ഡേ ബുക്കിലാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒറിജിനൽ എൻട്രി, അല്ലെങ്കിൽ ഡേ ബുക്ക് ആണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന്, അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഡേ ബുക്ക് ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദി ഡിപ്രീസിയേഷൻ മെത്തേഡ് ജനറലി ഫോളോഡ് ഇൻ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ജനറൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഡിപ്രീസിയേഷൻ മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ റീവാലുവേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി അന്യൂറ്റി മെത്തേഡ്, ഓപ്ഷൻ സി ഗ്ലോബൽ മെത്തേഡ്, ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്. ഇതിൽ ഏത് മെത്തേഡാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് ആണ്. ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക? ഇപ്പം ഒരു ഫർണിച്ചർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, 1000 രൂപയുടെ ഒരു ഫർണിച്ചർ ആണ്. അതിന് ഡിപ്രീസിയേഷൻ ആയിട്ട് 250 രൂപ വരുന്നു. അപ്പൊ ഫർണിച്ചർ എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഫർണിച്ചറിന്റെ 1000 അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുമായിരുന്നു അല്ലെ. ഡിപ്രീസിയേഷൻ 250 ലെസ് ചെയ്തിട്ട് നമ്മൾ എത്ര കാണിക്കും? 750 ആയിരുന്നു ബാലൻസ് ഷീറ്റിൽ അസറ്റിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുക. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫർണിച്ചർ ഞാൻ മേടിച്ചതിന്റെ 1000 രൂപ തന്നെ, ആ ഒരു 1000 റുപ്പീസ് തന്നെ ഒരു ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പകരം എന്ത് ചെയ്യും? ലയബിലിറ്റി സൈഡിൽ ഡിപ്രീസിയേഷൻ ഫണ്ട്, ആ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എവിടെ കാണിക്കും? ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം പറഞ്ഞല്ലേ, ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഇനി വേണ്ടത് ഓരോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. നമുക്ക് കാണാപ്പാടം പഠിച്ചിട്ട് പോകുന്ന ഒരു കാലം കഴിഞ്ഞു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു എക്സാം പാറ്റേൺ CACB മാറ്റി കഴിഞ്ഞു. അപ്പം മാറുന്ന ആ പാറ്റേണുകൾക്കനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കുവാനായിട്ട്. അപ്പം ഈ ഒരു നിങ്ങളെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച്. ഡ്യൂറേഷൻ 6 months ആണ്. അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ വേഗം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. അല്ലെങ്കിൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, ഗൂഗിൾ ഫോം കൊടുത്തിരിക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കുവാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്